വി ഡി സതീശൻ വിചാരിക്കുന്നുണ്ടാവും പിണറായി വിജയനൊക്കെ ഞാൻ മതി നേരിടാൻ എന്ന്. എടോ, 1000 സതീശൻ വന്ന അര പിണറായി വേണ്ടടോ. അശ്ലീല മഞ്ഞ ഓൺലൈൻ പത്രങ്ങൾക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ണനും മാധ്യമത്തിനും ഒരുമിച്ച് സഹവസിച്ചു പോകാൻ കഴിയുന്ന ഒരാവാസ വ്യവസ്ഥയുള്ള മഹാസഖ്യം. കേരളത്തിലെ മുതിർന്ന ടെലിവിഷൻ അവതാരകരിൽ ഒരാളായ എം വി നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലിറങ്ങിയത് ഈ അടുത്താണ്. നിലവിൽ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ നികേഷ് കുമാർ ഇപ്പോൾ രാഷ്ട്രീയ വേദികളിൽ സജീവമാണ്. ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന ഭാഷാ പ്രയോഗത്തിലൂടെ ആവേശത്തോടെ പ്രസംഗിക്കുന്ന നികേഷ് കുമാറിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നിറയുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പൊതുസമ്മേളനത്തിലാണ് VD സതീശനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചത്. പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. കോൺഗ്രസിന് എങ്ങനെയാണ് RSSനെ തള്ളിപ്പറയാത്ത സന്ദീപ് വാര്യരെ ഒപ്പം കൂട്ടാൻ സാധിക്കുക? അതിനകത്ത് മുഖ്യധാരാ മാധ്യമങ്ങളുണ്ട്, അതിനകത്ത് RSSകാരുടെ ഒരു വിഭാഗമുണ്ട്, അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അതിനകത്ത് SDPI ഉണ്ട്. ഈ കേരളത്തിൽ വർഗീയത വളർത്തണമെങ്കിൽ വർഗീയത തനിയെ വളരില്ല, സംഘപരിവാർ തനിയെ വളരില്ല. വർഗീയത എപ്പോഴും പരസ്പര പൂരകങ്ങളാണ്. മറുഭാഗത്ത് വേറൊരു വർഗീയത തഴച്ചു വളരുകയാണെങ്കിൽ മാത്രമേ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവന്റെ വർഗീയത വളർത്താൻ സാധിക്കുകയുള്ളൂ. ഈ കേരളത്തില് അങ്ങനെ വർഗീയത വളർത്തുന്നതിന്, പരസ്പര പൂരകമായ വളർച്ചയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്നത് ആർക്കും ഒരു തെറ്റിദ്ധാരണയും വേണ്ട, UDFനെ അല്ല, ഒരു മഹാസഖ്യത്തെയാണ്. ആരാണ് ഈ മഹാസഖ്യത്തിലുള്ളത്? അശ്ലീല മഞ്ഞ ഓൺലൈൻ പത്രങ്ങൾക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ണനും മാധ്യമത്തിനും ഒരുമിച്ച് സഹവസിച്ചു പോകാൻ കഴിയുന്ന ഒരാവാസ വ്യവസ്ഥയുള്ള മഹാസഖ്യം. ജമാഅത്തെ ഇസ്ലാമിക്ക് എങ്ങനെയാണ് മുസ്ലിം ലീഗുമായി ചേർന്ന് പോകാൻ കഴിയുക? മുസ്ലിം ലീഗിന് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് പോകാൻ കഴിയുക? കോൺഗ്രസിന് എങ്ങനെയാണ് RSSനെ തള്ളിപ്പറയാത്ത സന്ദീപ് വാര്യരെ ഒപ്പം കൂട്ടാൻ സാധിക്കുക? സന്ദീപ് വാര്യർ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നു എന്നാണ് പത്രവാർത്ത. അയാള് RSS വിട്ടോ? അയാൾ RSSകാരൻ. ആത്യന്തികമായിട്ട് അയാളെ നമ്മളെപ്പോഴും ചിത്രത്തിൽ കാണുന്നത് കാക്കി ട്രൗസർ ഇട്ടിട്ടാണ്. അയാൾ RSS വിട്ടോ എന്നുള്ള കാര്യം ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സന്ദീപ് വാര്യർ പറയാണ്, ഞാൻ എന്റെ സ്വത്ത് RSSന് കൊടുക്കുകയാണ് കാര്യാലയത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന്. ഈ മഹാസഖ്യം ഇവിടെ നേരത്തെ കണ്ട് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അതിനകത്ത് മുഖ്യധാരാ മാധ്യമങ്ങളുണ്ട്, അതിനകത്ത് RSSകാരുടെ ഒരു വിഭാഗമുണ്ട്, അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അതിനകത്ത് SDPI ഉണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. ഞാൻ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് അവിടെ ചില പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയിരുന്നു. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഈ രണ്ട് സംവിധാനങ്ങളുടെ പാർട്ടികളാണ് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ SDPI. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവർ മത്സരിച്ചില്ല കേട്ടോ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത സമയത്ത് ഞാൻ ടെലിവിഷനിലാണ്. ഞാൻ അന്ന് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയോട്, SDPIയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് വിളിച്ചു ചോദിച്ചു, അല്ല അഷ്റഫ് മൗലവി, എന്തുകൊണ്ടാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത്? നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, PFIയുടെ റെയ്ഡ്, PFI അതിനെ നിരോധിച്ചത്, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മത്സരിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനമൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ചോദിക്കാൻ കഴിയില്ല, ഇങ്ങോട്ടും മറുപടി പറയാൻ കഴിയില്ല. ശരി, നിങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. എന്തേ പാലക്കാട്, ചേലക്കര, വയനാട്ടിൽ മത്സരിച്ചില്ല?
നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗം 30% മുകളിലാണ് 3 ഇടങ്ങളിലും. അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് മാത്രമല്ല, UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീടുകൾ തോറും കയറി ഇറങ്ങുകയാണ്. വീടുകൾ കയറി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറി ഇറങ്ങുന്നത് പോലെ മുറ്റം വരെയല്ല, അകത്തേക്ക് പോവാണ്. പൂർണ്ണമായിട്ടുള്ള മതചിഹ്നങ്ങളോടുകൂടി അകത്തേക്ക് പോയി സാധാരണഗതിയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പറയാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീടിന്റെ ഉള്ളിലെത്തിക്കുന്നുണ്ടോ? ഒരു ഭാഗത്ത് RSSന്റെ ചീന്ത്, വേറൊരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, SDPI. അതുകൊണ്ടാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലെത്തിയ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് മുസ്ലിം ലീഗിനോട് ചാടിക്കടിച്ചിട്ട് കാര്യമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ഭാഷ കരസ്ഥമാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കരുത്. സാദിഖ് അലി തങ്ങൾക്കും അതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞത് CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനാണ്. ഉടനെ വി.ഡി. സതീശൻ ചാടി ഇറങ്ങാണ്. കെ സുധാകരനെ കുറിച്ച് പറഞ്ഞ ഒരു കുഴപ്പമില്ല, പക്ഷെ സാദിഖ് അലിയെ കുറിച്ച് പറഞ്ഞ വി.ഡി. സതീശന് പ്രശ്നമാണ്. വി.ഡി. സതീശൻ വിചാരിക്കുന്നുണ്ടാവും പിണറായി വിജയനൊക്കെ ഞാൻ മതി നേരിടാൻ എന്ന്. എടോ, 1000 സതീശൻ വന്ന അര പിണറായി വേണ്ടടോ. 1971 ഡിസംബർ 28-ന് RSS തലശ്ശേരിയിലെ കലാപം സൃഷ്ടിച്ചപ്പോ അവിടെ മുസ്ലിം പള്ളികൾക്ക് കാവൽ നിന്ന ഏരിയ സെക്രട്ടറിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ. RSS അതിന്റെ എല്ലാ മൂർച്ചയുള്ള വാളുകളും നീട്ടിയിട്ടുള്ളത് സഖാവ് പിണറായി വിജയന് നേരെയാണ്. 50 ലക്ഷം രൂപ തലക്ക് വിലയിട്ടപ്പോ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പാർട്ടി വളർത്തിയ സഖാവിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ. അടിയന്തരാവസ്ഥ വി.ഡി. സതീശൻ അറിയാമായിരിക്കുമല്ലോ. അടിയന്തരാവസ്ഥയിൽ പോലീസ് മർദ്ദനമേൽക്കാത്ത പിണറായി വിജയന്റെ ഒരു ശരീരഭാഗവും ഇല്ല എന്നറിയാൻ CPMന്റെ മുഖപത്രങ്ങൾ വായിക്കേണ്ട, കേരള നിയമസഭയിലെ രേഖകൾ വായിച്ചാൽ മതി. വി.ഡി. സതീശൻ ഈ പാർട്ടി അതിന്റെ എല്ലാ വിഭാഗീയമായിട്ടുള്ള ജീർണതയിലും എത്തിപ്പെട്ട ഘട്ടത്തിൽ ആ സംഘടനയെ ഒറ്റക്കെട്ടായി നയിച്ച് 2 തവണ അധികാരത്തിലേറിയ നേതാവിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അവിടെ വി.ഡി. സതീശൻ ചെന്നിട്ട് ഉമ്മാക്കി കാട്ടി പിണറായി വിജയനെ പഠിപ്പിക്കും. സാദിഖ് അലിയെ പറഞ്ഞു.